ഡൽഹിയിൽ നടന്നത് ചാവേർ സ്ഫോടനമാണോ അതോ സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണോ? ഈ സംശയത്തിലാണ് അന്വേഷണ ഏജൻസികൾ. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത് എന്നതും സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളല്ലാതെ എക്സ്പ്ലോസീവ് ഡിവൈസിൻ്റെ ഭാഗങ്ങൾ എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നതുമൊക്കെ ഇത് ചാവേർ ആക്രമണമല്ല എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. കൂട്ടാളികൾ പിടിയിലായതോടെ ഡോക്ടർ ഉമർ നബി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സ്ഫോടനം സംഭവിച്ചതാകാമെന്ന നിഗമനവുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ഇത്തരത്തിൽ സംശയങ്ങൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നു എന്നതിൽ മാത്രമാണ് നമുക്ക് സ്ഥിരീകരണം നൽകാനാവുക. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില സംശയങ്ങൾ ഉയരുന്നത്? ഈ സംശയത്തിനുള്ള ഒന്നാമത്തെ കാരണം ഇത് ഒരു ചാവേർ സ്ഫോടനമല്ല എന്ന സംശയത്തിനുള്ള ഒന്നാമത്തെ കാരണമാണ് സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളല്ലാതെ, ഈ പൊട്ടിത്തെറിച്ച രാസവസ്തുക്കളല്ലാതെ പൊട്ടിത്തെറിക്കാൻ സഹായിക്കുന്ന, ഇതിനെ ഒരു ബോംബാക്കി മാറ്റുന്ന എക്സ്പ്ലോസീവ് ഡിവൈസുകൾ എന്തെങ്കിലും ഉണ്ടാവണം. ആ എക്സ്പ്ലോസീവ് ഡിവൈസിൻ്റെ ഭാഗങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. വൈദ്യുതി വയറുകളോ ഇലക്ട്രോണിക്സ് ഭാഗങ്ങളോ ബാറ്ററിയോ അങ്ങനെയുള്ള പല ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള എക്സ്പ്ലോസീവ് ഡിവൈസുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പ്ലോസീവ് ഡിവൈസിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നത് ഇത് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചാണ് എന്നുള്ള സംശയം ബലപ്പെടുത്തുന്നുണ്ട്. ഈ രാസവസ്തുക്കളെ ബോംബാക്കി മാറ്റി ഒരു സ്ഫോടനം സാധ്യമാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് വേണം. അത് പലതരത്തിലുള്ള ഡിവൈസുകളുണ്ട്. അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ബോംബാക്കി മാറ്റി കൃത്യസമയത്ത് ഇതിനെ പൊട്ടിക്കാൻ കഴിയൂ. നിശ്ചിത സ്ഥലത്ത് വെച്ചാൽ വിദൂര നിയന്ത്രിതമായ റിമോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് നേരിട്ടോ അങ്ങനെ ഏത് സംവിധാനമായാലും അങ്ങനെ ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് വേണം. അതിനെ സംബന്ധിച്ച ഒരു വിവരങ്ങളും ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയത്തെ ബലപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത് ചാവേർ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന സ്ഥിരം രീതിയല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു ലക്ഷ്യത്തിനായി ഒരു ചാവേറിനെ ഉപയോഗിക്കാനുള്ള കാര്യം ഇത് ജെയ്ഷെ മുഹമ്മദ് ആണ് എന്ന് സംശയിക്കുന്നെങ്കിൽ, ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ച് ജെയ്ഷെ മുഹമ്മദിനാകെ ലോകത്തുള്ള അവരുടെ ഇത്തരം പോരാളികൾ അല്ലെങ്കിൽ അവരുടെ ചാവേറുകൾ അല്ലെങ്കിൽ അവരുടെ അംഗങ്ങൾ എന്നൊക്കെ പറയുന്നത് 500-ൽ താഴെ മാത്രമാണ് എന്നാണ് വിലയിരുത്തുന്നത്. അത്ര ആളുകൾ മാത്രമാണ് ഇവർക്കുള്ളത്. അപ്പോൾ അങ്ങനെ അതിലൊരാളെ ഈ ഒരു ചെറിയ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളത് അവരുടെ ഒരു രീതിയെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ അത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തണമെങ്കിൽ ഈ കാറിൽ സ്ഫോടക വസ്തുക്കൾ വെക്കുന്നു, ഒരാൾക്കൂട്ടത്തിന് ഈ വരുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും കാറ് നിർത്തിയിട്ട് അതിന് മുമ്പ് 3 മണിക്കൂറോളം പാർക്കിംഗ് ഏരിയയിലൊക്കെ നിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ കാർ ഏതെങ്കിലും കടയുടെ വാതിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ നിർത്തിയിട്ടിട്ട് ആളിന് കടയിൽ ഇവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട ശേഷമൊക്കെ സ്ഫോടനം നടത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സ്ഫോടനം നടത്തിയാലും സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ ആളുകൾ ഇത്രയും പേരൊക്കെ മരണമടയാനും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരാളെ കൊലപ്പെടുത്തേണ്ടതില്ല. ആളെണ്ണം കുറഞ്ഞ ജെയ്ഷെ മുഹമ്മദ് ആണ് ഇതിന് പിന്നിലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള സംഘടന ഇത്ര ഒരു സ്ഫോടനത്തിന് ഈ ചാവേറിനെ ഉപയോഗിക്കില്ല എന്നുള്ളതാണെന്ന്. മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ ചാവേർ, മൂന്നാമത്തെ ഒരു സംശയമായി അവർക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ചാവേർ സ്ഫോടനത്തിൻ്റെ രീതി ഈ യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെയല്ല. ലോകത്താകമാനം തീവ്രവാദ സംഘടനകളൊക്കെ ചാവേർ സ്ഫോടനം നടത്തുന്ന സമയത്ത് വാഹനത്തിലാണ് വരുന്നതെങ്കിൽ വാഹനം പരമാവധി വേഗത കൂട്ടി ഇതിൻ്റെ സ്ഫോടനത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കും. അത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കെട്ടിടത്തിലേക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇടിച്ചു കയറ്റുക. കാറിൻ്റെ വേഗത പ്ലസ് സ്ഫോടനം എല്ലാം കൂടി ചേർന്ന് വലിയ ഇതിൻ്റെ ഒരു ആഘാതം വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെയല്ല ഇതുണ്ടായത്. ഇത് ഉണ്ടായിരിക്കുന്നത് ഒരു സിഗ്നൽ വരുന്നു, സിഗ്നലിലവിടെ വളരെ സാവധാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാറ് പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയാണ്. തൊട്ടടുത്തൊക്കെ വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതിന് ഇത്ര മരണം ഉണ്ടായി, ഇത്രയേറെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അതിലും കുറച്ചുകൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയിരുന്നെങ്കിൽ അവർക്ക് അതിൽ കൂടുതൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ഒരു സംശയമായി തന്നെ നിലനിൽക്കുകയാണ്. ഇതൊരു ചാവേർ സ്ഫോടനമല്ല എന്നുള്ള ഒരു സംശയമാണ് നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ സ്ഫോടക വസ്തുക്കളുമായി ഈ ഡോക്ടർ ഇതിൽ കാറിൽ ഉണ്ടായിരുന്നുവെന്നും മരിച്ചു എന്നും കരുതുന്ന അല്ലെങ്കിൽ അതിലെ ചാവേറായി എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ ഉമർ നബി, ഈ ഡോക്ടർ ഉമർ നബിയുടെ കൂട്ടാളികളെ ഫരീദാബാദിൽ നിന്ന് പിടികൂടിയിരുന്നു. അപ്പോൾ സ്ഫോടക വസ്തുക്കളുമൊക്കെ പിടികൂടിയിരുന്നു. അപ്പോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ഇയാൾ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിച്ചതാവാം. അങ്ങനെ ശ്രമിക്കുന്ന വഴിയിൽ ഇത് അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുക, പല കാരണങ്ങളാൽ അബദ്ധത്തിൽ അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള കാരണമുണ്ട്. അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പ്രധാനമായും നിൽക്കുന്നത്. പക്ഷേ അതും സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് ഇപ്പോൾ തന്നെ പറയാം. പക്ഷേ അങ്ങനെ ഒരു സംശയം നിൽപ്പുണ്ട്. ഈ സ്ഫോടനം നടന്ന കാർ ഓടിച്ചിരുന്ന ഈ ഉമർ നബി 3 മണിക്കൂറോളം കാറ് പാർക്ക് ചെയ്തിരുന്നു. അതിലും ഒരു സംശയമുണ്ട്. ഈ കൂട്ടാളികൾ കഴിഞ്ഞ ദിവസമാണ് പിടിക്കപ്പെടുന്നത്. അവരുടെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നു. സ്വാഭാവികമായും ഏജൻസിക്ക് ഇവർ ഡൽഹിയിൽ ഒരു വലിയ സ്ഫോടനത്തിന് എത്തിയതാണെന്ന് മനസ്സിലായി. ഉമർ നബിയെക്കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഉമർ നബിയെക്കുറിച്ച് ഏത് സമയവും താൻ പിടിയിലാവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഈ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു രഹസ്യമായോ മറ്റെവിടെയെങ്കിലും മാറ്റാൻ ശ്രമിച്ചതാണോ, ഇനി അതല്ല ഉള്ള സ്ഫോടക വസ്തു തന്നെ ഇനി ഈ പറയുന്നത് പോലെ ചാവേറായി നിന്നുകൊണ്ട് ഉള്ള സ്ഥലത്ത് വെച്ച് കൃത്യമായ രൂപം, ഈ ഭീകരവാദികൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത് അവർ മുൻകൂട്ടി
തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ചാണ് പൊടുന്നിനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചതാണോ എന്നതൊന്നും പൂർണ്ണമായും ഇപ്പോൾ എന്തായാലും അന്വേഷണ ഏജൻസികൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു സാധാരണ ചാവേർ ആക്രമണത്തിൻ്റെ രീതി അല്ല എന്നത് പറയുന്നു. ഈ ഒമർ നബിക്ക് ആ തരത്തിലേക്ക് ഒരു ഭയം ഉണ്ടാവാനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ശ്രീനഗറിലോ കഴിഞ്ഞ ഒക്ടോബർ 19 ശ്രീനഗറിലെ നൗഗാം മേഖലയിൽ ഈ ഇന്ത്യ വിരുദ്ധ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില പോസ്റ്ററുകൾ വന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇർഫാൻ അഹമ്മദ് എന്നൊരാളെ അറസ്റ്റ് ചെയ്യുന്നു. അയാളാണ് ഡോക്ടർമാരുമായി ഈ ഭീകര സംഘടനകളുമായി ബന്ധപ്പെടുന്ന ആളെന്ന് സംശയം അവർക്ക് ശക്തമാകുന്നു. അപ്പോഴും അവർ കരുതുന്നത് ഈ ആശയപരമായ ചില അടുപ്പങ്ങളൊക്കെ രൂപീകരിക്കാൻ വേണ്ടി ബുദ്ധിപരമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉയർന്നു നിൽക്കുന്ന സമൂഹമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണെന്നാണ്. നവംബർ 5 യു പിയിലെ സഹാരൻപൂരിൽ നിന്നും ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തറിനെ അറസ്റ്റ് ചെയ്യുന്നു. അദീർ അഹമ്മദ് റാത്തറിനെ നവംബർ 8 ജമ്മു കാശ്മീർ പോലീസ് എത്തിയാണ് ഹരിയാന പോലീസിൻ്റെ സഹായത്തോടു കൂടി ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇയാളും അൽ ഫലാഹ് എന്ന് പറയുന്ന ആരോഗ്യ സർവകലാശാലയിലെ ജോലി ചെയ്തിരുന്ന ആളാണ്. ഇയാളുടെ ശ്രീനഗറിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോൾ അവിടുത്തെ രഹസ്യ അറയിൽ നിന്നും ഒരു AK-47 തോക്ക് കണ്ടെടുത്തു. ഇതോടുകൂടിയാണ് ഇവർ ഒരു ആശയപരമായ കൂട്ടായ്മയോ അല്ല മറ്റൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് ഇവർ ഏതോ വലിയ സ്ഫോടനം നടത്താനുള്ള ഒരു ചാവേറുകളോ അല്ലെങ്കിൽ അതിനുള്ള അത്തരം ഭീകരവാദികളാണ് എന്നൊക്കെ ഒരു ഉറപ്പിലേക്ക് ഏജൻസികൾ എത്തുന്നു. അവർക്ക് സംശയം ശക്തമായി. തുടർന്ന് നവംബർ 9 ഫരീദാബാദിലെ വീട്ടിൽ പരിശോധന നടത്തുകയും അവിടെ നിന്നാണ് ഈ 2900 കിലോ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ കണ്ടെത്തുന്നത്. AK-47 തോക്കും അതോടൊപ്പം തന്നെ ബാക്കി ടോക്കിയും ഒക്കെ കണ്ടെത്തിയിരുന്നു. ഈ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ആളെയും അവിടെ നിന്ന് കണ്ടെത്തി. ഇതിനിടയിലാണ് സ്ഫോടനം നടത്തിയ ഈ ഡോക്ടർ ഉമർ നബിയെക്കുറിച്ചുള്ള വിവരം മുസമ്മൽ ഷക്കീൽ എന്ന് പറയുന്ന നേരത്തെ പിടികൂടിയ ആളിൽ നിന്നും അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നത്. അതേ തുടർന്ന് ഇയാൾക്ക് കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലായിരുന്നു ഈ സ്ഫോടനം നടന്നത്. അപ്പോൾ അങ്ങനെ പല സാധ്യതകളുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയി സുരക്ഷിത സ്ഥാനം ചിലപ്പോൾ കിട്ടിക്കാണില്ല. അതിനെടുത്ത താമസമാവോ ഈ 3 മണിക്കൂർ പാർക്കിങ്ങൊക്കെ, അതിനിടയിൽ അബദ്ധത്തിൽ അത് പൊട്ടിപ്പോകാതാകാം. അതല്ല പിടിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ ചിലപ്പോൾ അയാളുടെ മാനസികാവസ്ഥയിൽ അയാൾ അങ്ങനെ ചെയ്ത ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള അന്വേഷണം നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും ഇതിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.